പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ശില്പം അനാവരണം ചെയ്തു. ചാലിൽ കോരന്റെയും മേലെടുത്ത് കുഞ്ഞിപ്പാറു അമ്മയുടെയും സ്മരണക്കായി പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ മക്കൾ സമർപ്പിച്ച അബ്ദുൽ കലാമിന്റെ പൂർണ്ണകായ പ്രതിമ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനാവരണം ചെയ്തു. DSC ബാൻഡിന്റെ അകമ്പടിയോടെ കുടുംബാംഗങ്ങളും കോളേജ് ഭാരവാഹികളും പ്രിൻസിപ്പളും നാട്ടുകാരും അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. തുടർന്ന് സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് ഭരണസമിതി പ്രസിഡന്റ് KK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കലാമിന്റെ പ്രതിമയ്ക്ക് ജീവൻ നൽകേണ്ടതും അവരുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും കുട്ടികളിൽ എത്തിക്കേണ്ടതും അധ്യാപകരാണെന്നും ഭാവി രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ട ശിലകളാകേണ്ട കുട്ടികളാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. യോഗത്തിൽ ഗംഗാധരൻ മേലെടുത്ത് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ്, വൈസ് പ്രസിഡന്റ് AP മധുസൂദനൻ, ഡോക്ടർ സുരൻ PR, ശ്രീകാന്ത് K, വിഷ്ണു CV, മേലെടുത്ത് കുഞ്ഞിക്കണ്ണൻ, മേലെടുത്ത് രാഘവൻ, മേലെടുത്ത് കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. ശില്പി ഉണ്ണിക്കാനായിയെ ആദരിച്ചു.
അച്ഛൻ സാമൂഹിക രംഗത്ത് വളരെ ഏറെ പേരുകേട്ട ഒരു മനുഷ്യനായിരുന്നു. സാമുദായിക സമവാക്യത്തിനും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിൻ്റെ വികസനത്തിന് നാന്ദി കുറിച്ചത് അച്ഛനാണ്. ഈ കോളേജ് സ്ഥാപിക്കുമ്പോൾ 2 ഏക്കർ സ്ഥലം കൊടുത്തത് അച്ഛനാണ്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ കുട്ടികളെ പഠനത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാന്റെ പ്രതിമ സ്ഥാപിക്കാൻ ഞങ്ങൾ കുടുംബക്കാർ തയ്യാറായി. സഞ്ചരിച്ചാൽ മാത്രം അത് ലഭ്യമാകുന്ന ഒരു സമയത്താണ് പയ്യന്നൂരിലെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, വ്യത്യസ്ത സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസ തലങ്ങളിലുള്ള ആൾക്കാർ ചേർന്ന് ഒരു പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി രൂപീകരിക്കുന്നതും ആ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ 1965 ഒരു കോളേജ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മളെ മഹാത്മജീനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയൊരു ദിവസമാണെന്ന്. കാരണം ഞാനിന്ന് കണ്ട 2 പ്രതിഭകൾ, ഒന്ന് മഹാത്മാഗാന്ധിജിയുടെ മൈ ലൈഫ് ഈസ് മൈ എക്സാമ്പിൾ, ഒരു ശരിയിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആ ശരിയുടെ കൂടെ നിന്ന് എത്രയോ പീഡനങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഫാദർ ഓഫ് നേഷൻ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഡ്രസ്സ് പോലും ഇടാതെ സാധാരണ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റില്ല ശരി ചെയ്തു എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ the only reason is I was extremely motivated and I was extremely inspired. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുമ്പിലുള്ള കാരണം എനിക്ക് ഒന്ന് എൻ്റെ അച്ഛനാണ്, ഹു ഇസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗുരു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് എൻ്റെ അച്ഛനാണ്. പയ്യന്നൂർ കോളേജ് മസ്റ്റ് ബിക്കം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണം. നമ്മൾ MIT ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന് പകരം നമുക്ക് പയ്യന്നൂർ കോളേജിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സ്മരണാർത്ഥം നടത്തുന്ന ഈ സദസ്സ് എന്നെ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്നതാണ്. 1962 കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി കുഞ്ഞുകുളം പഞ്ചായത്തിൽ മെമ്പറാവുകയും 63-64 കാലഘട്ടത്തിൽ പയ്യന്നൂർ കോളേജിൻ്റെ ആരംഭ പ്രവർത്തനം നടക്കുമ്പോൾ KG മല്ലയുടെ നേതൃത്വത്തിൽ ഒരു സൈറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ സൈറ്റ് കമ്മിറ്റി പയ്യന്നൂർ കോളേജ് എടാട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയതായിരുന്നു.